നമ്മുടെ കാളിച്ചേട്ടനെ അത് രാവിലെ തന്നെ താടി മുടിയൊക്കെ വെട്ടി അടിച്ച് നനച്ച് കുളിച്ച് വൃത്തിയായി പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ്. ചെന്ന് വിട്ടതാണെങ്കിൽ ഒരു മുസൽമാൻ്റെ ബാർബർ ഷോപ്പിൽ. അയാളാണെങ്കിൽ അയാളുടെ ഹൃദയശാന്തിക്ക് വേണ്ടി ചെറിയ ശബ്ദത്തിൽ ഖുർആൻ പാരായണം വെച്ചിട്ടുണ്ട്. ഓരോ കടയുടെ ഉടമസ്ഥർക്കും അവരുടെ മനോഭാവത്തിനനുസരിച്ചാണല്ലോ പാട്ടും പ്രസംഗമൊക്കെ വെക്കുക. പക്ഷേ ഈ ഖുർആൻ പാരായണം കേട്ടപ്പോൾ നമ്മുടെ കാളിച്ചേട്ടന് ഭയങ്കര അസ്വസ്ഥ തോന്നി. അദ്ദേഹം അപ്പം തന്നെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി അത് വീഡിയോ ഷൂട്ട് ചെയ്തു, സോഷ്യൽ മീഡിയയിലും കിട്ടും, ഒരു ക്യാപ്ഷനും കൊടുത്തു. ഇവനിവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ ഖുർആൻ മൊത്തം പഠിപ്പിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്തൊരു മനോഭാവമാണ് ഈ മനുഷ്യരുടെയൊക്കെ. കാളിച്ചേട്ടൻ ആ ബാർബർ ഷോപ്പിൽ ചെന്നപ്പം അവിടെ ഖുർആൻ പാരായണം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ഉടമസ്ഥനോട് പിന്നെ ഞാൻ പോകുന്നവരെ ഇതൊന്ന് ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ ശബ്ദം കുറക്ക് എന്ന് പറഞ്ഞാൽ അയാളത് കുറച്ച് തരൂല്ലേ, അയാൾ ഓഫാക്കൂല്ലേ? അതിന് പകരം അപ്പം തന്നെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടതാണ്. ഞാൻ ആലോചിച്ചതേ, മനുഷ്യൻ്റെ മനോവൈകല്യങ്ങളുടെ തീക്ഷണമായ ഒരു അവസ്ഥയാണിത്. ഈ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകത്തില്ല. ചില പ്രത്യേകമായ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന മനുഷ്യന്മാരുടെ പ്രത്യേകതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പം എന്നെ സ്ഥിരമായി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വിളിക്കുന്ന ഓട്ടോ നമ്മുടെ അശോകേട്ടൻ്റെ, ഇവിടെ വാതിൽ തന്നെ ഓടുന്ന അശോകേട്ടൻ. അശോകേട്ടൻ ഭയങ്കര ഭക്തനുമാണ്, നിഷ്കളങ്കനുമാണ്. അദ്ദേഹം ഓട്ടോറിക്ഷയിൽ എപ്പോഴും പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറുമ്പോൾ അദ്ദേഹം ഇടുന്ന ഭക്തിഗാനം എൻ്റെ വിശ്വാസത്തിനെതിരാണെങ്കിൽ നിർത്ത്, എന്നെ ഇറക്കിയിട്ടെങ്കിൽ ഇട് എന്നല്ല പറയുന്നത്. നമ്മളത് കേൾക്കുകയാണ്. നമുക്കെന്ത് നഷ്ടമാണുള്ളത് അത് കേട്ടെന്ന് പറഞ്ഞ്? ഞാനത് കാണാൻ പഠിച്ചു. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണെന്നൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണെന്നൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം. നമ്മളത് കേട്ടു, നമുക്ക് എന്താ പ്രശ്നം? എന്നും സ്ഥിരമായി അയാളുടെ വണ്ടിയിൽ അത് കേട്ട് 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 നമ്മളത് കാണാതെ പഠിച്ചു. പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ല, അത് കേട്ട് സ്ഥിരമായി കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഹൃദയസ്ഥമായി. എന്താ പ്രശ്നം? ഞാൻ മുമ്പ് ജോലി ചെയ്ത പള്ളിയുടെ വാതിക്കൽ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ കോളാമ്പി ഉണ്ടായിരുന്നു. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പോലും ഒരു പാട്ട് വെക്കുന്നു. നമുക്കാർക്കും അതിനകത്ത് അസ്വസ്ഥയില്ല. ഇതൊരു നാടിൻ്റെ ഗ്രഹാതുരത്വമാണിത്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ യേശുനായക ശ്രീ യേശുനായക. നമ്മൾ സ്ഥിരമായിട്ട് കേട്ടത് നമുക്ക് ഹൃദയസ്ഥമായി പോയി പാട്ട്. ഇതൊക്കെ ഈ നാടിൻ്റെ ഗ്രഹാതുരത്വമല്ലേ? ഇന്ന് ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ്സിൽ കയറിയ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, പാത്തുമ്മോ പാത്തുമ്മോ മാപ്പിളപ്പാട്ടുണ്ടാവും. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ. ഇതൊക്കെ ഓരോ ബസ്സിലും പല ആളുകളും അവരുടെ മനോഭാവത്തിനനുസരിച്ചുള്ള പാട്ട് വിടും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഒരാൾക്കും പരാതിയില്ല. ഇതൊക്കെ ഈ നാടിൻ്റെ പൈതൃക ഗ്രഹാതുരത്വമാണ്. ഇതിപ്പോൾ കേട്ടെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാ? ഇനി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാളോട് പറയാലോ, ഓഫാക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഭയങ്കര അല്പത്തരമാണ് കളിച്ചേട്ടാ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ അതേ മനോഭാവമുള്ള മനുഷ്യന്മാർ വന്നിട്ട് ഇത് ജിഹാദിത്തരമാണ്. എൻ്റെ കാളിച്ചേട്ടാ, ഒരർത്ഥമറിയാത്ത, ഒരാശയം അറിയാത്ത ഒരു ഖുർആൻ അവിടെ, ഒരു പാട്ട് പോലെ, ഒരു സംഗീതം പോലെ അവിടെ നടക്കുന്നു. നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഇത് ഉപദ്രവിക്കുന്നുണ്ടോ? ഇത് പറയുമ്പോൾ കാളിച്ചേട്ടൻ്റെ കാര്യം മനസ്സിലാക്കണം. മറ്റൊരാളുടെ ഭക്തി നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വഴി തടസ്സപ്പെടുത്തുന്നു, അയാളുടെ പ്രാർത്ഥന, അതിൻ്റെ ശബ്ദം നമുക്ക് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത, നമ്മുടെ എഴുത്തിനോ വായനയോ നമ്മളെ സ്വസ്ഥമായിട്ടുള്ള ഇരുത്തത്തിനൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പറയണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നിസ്കാരമാകട്ടെ, മറ്റെന്ത് പ്രാർത്ഥനയാകട്ടെ. ഉദാഹരണം ഞാൻ പറഞ്ഞു, സർവ മനുഷ്യരും സഞ്ചരിക്കുന്ന ട്രെയിനാണ് അല്ലേ? ഇതിന് ഏത് മതക്കാരും ചെയ്തത്. ഇതിപ്പോൾ നിസ്കാരമാണെങ്കിൽ പോലും മനുഷ്യർക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ട് തടസ്സപ്പെടുത്തുന്നു. ഒരാൾ അവൻ്റെ സ്വകാര്യതയിൽ പ്രാർത്ഥിക്കുന്നു, അവൻ വ്യക്തിപരമായിട്ട് അവൻ്റെ മൂലക്കിരുന്ന്, അത് വാഹനത്തിനാണെങ്കിലും അവൻ്റെ സ്വകാര്യതയിൽ പ്രാർത്ഥിക്കുന്നു. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. മനുഷ്യർക്ക് അസ്വസ്ഥയും തടസ്സവും ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും അവരുടെ പ്രാർത്ഥനയോ മറ്റുള്ള കാര്യങ്ങളോ, ട്രെയിൻ എന്നുള്ളത് പൊതുസ്വത്താണ്, രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. അവിടെ ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് എന്തും ആസ്വദിക്കാൻ കഴിയും. നല്ലൊരു മനസ്സുണ്ടായാൽ മതി, എന്തും ആസ്വദിക്കാൻ കഴിയും. എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് ഭക്തിഗാനം, ഹിന്ദു ഭക്തിഗാനം എനിക്കറിയാം. അത് ഹൃദ്യസ്ഥമാക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടല്ല,
മറിച്ച് നമ്മൾ പലയിടത്തും പോകുമ്പോൾ പണ്ട് പോലെ പാട്ട് പാടാൻ ഒരു ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ രൂഢമൂലമായി പോകുന്നൊട്ട് പാട്ട്. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ പൈതൃകവും സംസ്കാരവും അതിൻ്റെ വൈവിധ്യമൊക്കെ ഇതൊക്കെ കേട്ടെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാ? ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയാൻ അപ്പുറത്തേക്ക് ഒരു സാമൂഹിക നന്മ പോലെ വലിയ സംഭവമാക്കി ഇതൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇതൊക്കെ അല്പത്തരമാണ്. ഇത് നമ്മൾ കുന്നംകുളം ലാലേട്ടനാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വെറും പൂച്ചിച്ച് തള്ളും. 5 കാശിനില്ലാത്ത മനുഷ്യൻ എന്തോ മനോരോഗിയാണെന്ന് വിചാരിക്കുള്ളൂ. അതുകൊണ്ട് കളിച്ചേട്ടാ നമുക്കെല്ലാം ആസ്വദിക്കാം. ഏതൊക്കെ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുമ്പിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, പാത്തുമോ തുളസി കതിർ നുള്ളിയെടുത്തു കണ്ണിനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ, കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ. ടെക്നോളജി ഉണ്ടാ? ടെക്നോളജി ഇല്ലെങ്കിൽ ടെക്നോളജി വേണം. ടെക്നോളജി ഉണ്ട് നിങ്ങളെ കയ്യിൽ? ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം. നിങ്ങളുടെ ടെക്നോളജി ഉണ്ടാ?